ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഫത്ഹുൽ മുബീന്റെ 11ാമത്തെ സബഖ് വലാ യഖ്തസു ബിൽ ഖുർആനി. ഈ പറയുന്ന പ്രത്യേകതകൾ ഖുർആൻ കൊണ്ട് മാത്രം പ്രത്യേകമായതുമല്ല. ഈ കലിമുൽ ജവാമി ഖുർആനിൽ മാത്രമല്ല, നുബുവത്തിന്റെ വചനത്തിൽ ഹദീസിലൊക്കെ ഉണ്ട്. ഖിലാഫൻ ലിമൻ ജഅമഹു ഖുർആനിൽ മാത്രമേ ഉള്ളൂ എന്ന് വാദിച്ചവർക്കെതിരായിട്ട് ഫഖദ് ജമഅൽ അഇമ്മത്തു ഇമാമിയങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ആരെപ്പോലെയുള്ള ഇമാമിയങ്ങള്? ഇബ്നു സുന്നി വൽ ഖുല്ലാഇ വബിൻ സലാഹ് ആഖരീന, ഇങ്ങനെയുള്ള മഹാന്മാരൊക്കെ എന്താണ് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മിൻ കലാമിഹിൽ മുഫറദി അൽ മൂജിസി അൽ ബദീ അല്ലദീ ലൻ യുസ്ബഖ ഇലൈഹി ദവാവീന. പിന്നെ ഒരാളും ഇതിലേക്ക് മുൻകടക്കാത്ത, ആരും മുന്നോട്ട് വരാത്തതായ റസൂലുള്ളാഹിക്ക് ബദീ ആയി വന്ന ചുരുക്ക വചനങ്ങൾ ആശയം കൂടിയ മുഫറദ ഒരുപാട് പദങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ദവാവീന ഏടുകളാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏടുകളാക്കി ഉണ്ടാക്കി വെച്ച കൂട്ടത്തിൽ ഈ മഹാന്മാരൊക്കെ ഉണ്ട്. ഷിഫയിലുണ്ട് മിൻഹു മാ യശ്ഫിൽ അലീല. മനസ്സിന്റെ അകത്തളത്തിൽ കുന്നുകൂടി കിടക്കുന്ന ഒരു വിഷമാവസ്ഥയെ മനസ്സിലാക്കി അതിനെ പോക്കിത്തരാൻ പറ്റുന്ന, വിശാലമാക്കി ശിഫ നൽകാൻ പറ്റുന്ന ഒരുപാട് വചനങ്ങൾ, നുബുവത്തിന്റെ വചനങ്ങൾ, മുഫ്രദായ ഒരുപാട് വചനം ഷിഫയിലുണ്ട്. ഷിഫ എന്ന് പറഞ്ഞ കിതാബിലുണ്ട് ഷിഫാ. അതിന് ഇല്ലാത്തതിലും ഉണ്ട്. അപ്പൊ അതിലില്ലാത്തതിൽ പെട്ടതാണ്. അപ്പൊ ഷിഫയിൽ നോക്കിയാൽ കുറെ കിട്ടും, മറ്റുള്ള ഏടുകൾ പരിശോധിച്ചാൽ കിട്ടും. ഇനി ഷിഫയിൽ ഇല്ലാത്തതിൽ പെട്ടതാണ്, കുറച്ച് നോക്കാൻ ഇവിടെ പറയാം. ചുരുങ്ങിയ വചനങ്ങളാണ്. ഒന്ന്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഫഇന്ന തഅതഹു കുനൂസും മിനൽ ഇൽമി കമാ യഅതി. അതിനുശേഷം വരും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഇതൊരു മുഫറദായ ഒരൊറ്റ വചനം, എത്രയോ ആശയം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഗനികൾ കിടക്കുന്നുണ്ട് വിജ്ഞാനത്തിന്റെ. അത് പിന്നീട് പറയാം. രണ്ടാമത്തെ അൽ വലദുൽ ഫിറാശി ഒരു ആഹിരിൽ ഹജർ. ഇത് രണ്ടാമത്തെ ഒരു വചനം. കുല്ലു സൈദി ഫി ജൗഫിൽ ഫറ. ഫറ എന്ന് പറയുമ്പോൾ സത്തിൽ ഫായ് ഹിമാറുൽ വാശി, കാട്ട് കഴുതയെ വേട്ടയാടാന്ന്. അൽ ഹർബു ഖദഅത്തുൻ. ഹിദഅത്തുൻ ഖുദഅത്തുൻ വായിക്ക, യുദ്ധം ചതിയാണെന്ന് പറയാലോ. ബക്കറ്റ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. ഇയ്യാക്കും ഹദറ അദ്ദമൻ അൽ മർഅത്തുൽ അസ്നാ ബിൽ മുംബിത്തി സൂൽ. ചീത്തയായ സ്ഥലങ്ങളിൽ എന്താണെന്നറിയാമോ? മുളച്ചു പൊന്നുന്നതിൽ എന്തുപോലെയാ അഴകായൊരു പെണ്ണ്. ആ അഴകായ പെണ്ണിനെ പോലെ അഴകായൊരു പെണ്ണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. ലൈസൽ ഖുബ്റു കൽ മുആയനതി അൽ മജാലിസു ബിൽ അമാനതി അൽ ബലാഉ മുഅക്കരും ബിൽ മന്തിഖി. ഇങ്ങനെ 8 വചനായില്ലേ. വസഅമ ബിൽ ജൗസി വലഉ മർദൂദ്. ഇബ്നു ജൗസിയുടെ വാദം ഈ വലാഉ മുഅക്കരും ബിൽ മന്തിഖി എന്ന് പറഞ്ഞ ഹദീസ് മൗലൂദ് ഇബ്നു ജൗസി പറയുന്നുണ്ട്. ആ വാദം മർദൂദാണ്, ശരിയല്ല. അൽ ഹയാഉ കുല്ലു ഖൈറുൻ കുല്ലിഹി. അൽ ഹയാഉ ഖൈറു കുല്ലിഹി. അൽ ഖൈലു ഫി നവാസി അൽ ഖൈറു മൻ വസ്സന ഫലൈസ മിന്ന. അൽ മുസ്തശാറു മുഅ്തമറുൻ അൻ നദമു തൗബത്തുൻ അൻ ദാലു അൽ ഖൈരി കഫായിലിഹി കുല്ലു മഅറൂഫിൻ സദഖ ഹുബ്ബുക ശൈഅ യഅനി വയസുബു വലൈസ ബിമൗളൂഇൻ. ഇത് മൗളൂ അല്ല, ബൽ ഹസൻ ഖിലാഫൻ ലിമൻ വഹുമ ഫീഹി. ഹസനാണോ അല്ലെന്ന് ഊഹിച്ച് പറഞ്ഞവർക്ക് എതിരായിട്ട്. പിന്നെ ഇതൊക്കെ എന്താണെന്നറിയാമോ? ജവാമിയാണ്, കലിമാത്തുകൾ കുറച്ചുള്ള വചനം, ആശയം ഒരുപാടുണ്ട്. 18ാമത്തത് മൈ യശാദു ഹാദീന വലബഹു. 19 അൽ ഖറാഅത്തു മാലു ലാ യംഫുദു വ കൻസു ലാ യഫ്ന. 20 അൽ ഇഖ്തിസാദു ഫി നഫഖത്തി നിസ്ഫുൽ മഈശതി വ തവദ്ദുദു ഇല നാസി നിസ്ഫുൽ അഖലി വ ഹുസ്നു സുആലി നിസ്ഫുൽ ഇൽമി. 21 അൻ നിസാഉ ഹബാഉൽ ശൈത്താൻ. 22 ഹുസ്നുൽ അഹ്ദി മിനൽ ഈമാൻ. 23 മൻഖൂമാനി ലാ യസ്മഅനി തലബു ഇൽമിൻ വ താലിബു ദുനിയ. 24 അൽ യമീനു ഹിൻസു ഔ നദമൻ. 25 ജഫൽ ഖലമു ബിമാ അൻതലാഖിൻ. ഇങ്ങനെയുള്ള 25ഓളം നമ്മൾ പ്രധാനമായും എടുത്തു പറയുകയുണ്ടായി. അപ്പോ റസൂലുള്ളാഹിന്റെ ആശയം മുഴുവനും ഉൾക്കൊള്ളുന്ന ചുരുങ്ങിയ പദങ്ങളായി വന്ന ഇതൊക്കെയാണ്.
ഇതൊക്കെ ഖുർആനിൽ മാത്രമല്ല, ഇതിപ്പോ ഹദീസിലുണ്ടെന്ന് മനസ്സിലായല്ലോ എന്നർത്ഥം. പിന്നെ സമാഹത്തുദ്ദീൻ, സമാഹത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബുഇസ്തു ബിൽ അനീഫത്തി സംഹ, സംഹത്തുൽ അനീഫയായിക്കൊണ്ടാണ് എന്നെ യാത്രയാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സകലത്തി എളുപ്പമാർഗം എന്നർത്ഥം. എളുപ്പമായ ദീനാണ് നമ്മുടെ ദീൻ. ഈ ഹദീസ് റവാഹു തുബ്രാനി ബിൽ കബീരി, കബീർ എന്ന കിതാബിൽ തുബ്രാനി റിപ്പോർട്ട് ചെയ്യുന്നു. വഖദ അഹ്മദു റളിയല്ലാഹു അൻഹു ഫി മുസ്നദി, അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിലും ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വസാദ, അഹ്മദ് റളിയല്ലാഹു അൻഹു കൂടുതലാക്കി ഈ ഹദീസിൽ കൂടുതലായി പറഞ്ഞിട്ടുണ്ട്. വലം ഉബഅസ് ബിർ റുഹ്ബാനിയത്തി വൽ ബിദ്അ, റുഹ്ബാനിയത്തായിരിക്കുക ബിദ്അത്താവുക എന്ന കാരണം കൊണ്ടൊന്നും എന്നെ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഈ റുഹ്ബാനിയത്തായി ജീവിക്കുന്ന ക്രിസ്ത്യന്മാരുടെ മാരുള്ള ആ പരിപാടിയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല, എന്നെ ഞാൻ അയച്ചിട്ടുമില്ല. അപ്പൊ പ്രയാസകരമായ ഒന്നും ദീനിലില്ല. റവയ ഐദൻ, വീണ്ടും ഈ തുബ്രാനി ഇമാമും അതുപോലെ തന്നെ അഹ്മദ് ഇമാമും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നഹു യാ റസൂലല്ലാഹ്, നബി തങ്ങളെ എന്ന് പറഞ്ഞ് നബിനോട് ചോദിച്ചപ്പോ അയ്യുൽ ദിയാരി അഹബ്ബു ഇലല്ലാഹ്, ദീനിന്റെ കാര്യത്തിൽ വെച്ച് ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ദീൻ ഏതാ, മതമേതാ? ഖാല അൽ ഹനീഫിയ്യ, അൽ ഹനീഫിയ്യത്തുൽ സംഹത്തു, എളുപ്പമുള്ള സത്യമായ പാതയാത ഈ ഇസ്ലാം, അതന്നെയാണ്, അതാണ് ഏറ്റവും ഇഷ്ടമുള്ള ദീന്. അങ്ങനെയാണ് സമാഹത്തുദ്ദീൻ, ദീനിൽ എളുപ്പമായതുകൊണ്ട് യാത്രയാക്കപ്പെട്ട നബി. അഹ്മദ്, അഹ്മദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയ നബി തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസു, ജനങ്ങളെ, ഇന്ന ദീനല്ലാഹി യുസ്ർ, അല്ലാഹു തആലയുടെ ദീന് എളുപ്പമാണ്. ഖാലഹ സലാസൻ, അത് 3 വട്ടം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഈ സമാഹത്തുദ്ദീനിനെ വ്യാഖ്യാനിക്കുകയാണ്. അന്നഹു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ നിശ്ചയം പറഞ്ഞു, ഖൈറു ദീനിക്കും ഐസറുഹു ഖാലഹു സലാസൻ, ഇത് നബി തങ്ങൾ 3 വട്ടം പറഞ്ഞു. നിങ്ങളുടെ ദീനിൽ ഗുണകരമായത് അതിൽ എളുപ്പമുള്ളതാണ്. അപ്പൊ ദീനിൽ ഞെരുക്കുന്നതില്ല. അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലമ്മാ നളറത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹ ഇലാ ലഅബിൽ ലബിഷ, പെരുന്നാൾ ദിനത്തിൽ എത്യോപ്യക്കാരായ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ആയിഷ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, എന്ത്? ലാ തഅലമു യഹൂദു അനന അന്ന ഫീ ദീനിനാ ഫുസ്ഹതൻ ഇന്നി ഉർസിൽതു ബി ഹനീഫിയ്യത്തിൻ സംഹത്തിൻ എന്ന് പറഞ്ഞു കൊടുത്തു. ജൂതന്മാർ അറിയണം, നമ്മുടെ മതത്തിൽ നല്ല വിശാലതയുണ്ട്, എളുപ്പമുണ്ട്, എന്നെ എളുപ്പമുള്ള ദീനുമായി കൊണ്ടാണ് അയക്കപ്പെട്ടിട്ടുള്ളത് എന്നറിയണം. അപ്പൊ ഈ ഹദീസ് കൊണ്ടൊക്കെ സമാഹത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ എളുപ്പമുള്ള മാർഗം, അങ്ങനെ വ്യാഖ്യാനം ഈ ഹദീസിലൊക്കെ കിട്ടും. അബ്ദുർ റസാഖ്, അബ്ദുർ റസാഖ് എന്ന ഒരു നിവേദനം, അഹബ്ബുൽ ദിയാരി ഇലല്ലാഹി അൽ ഹനീഫിയ്യത്തു സംഹ എന്ന് പറഞ്ഞു. ഖീല, അപ്പൊ ചോദിക്കപ്പെടുകയുണ്ടായി, വമാ ഖിയ അൽ ഹനീഫിയ്യത്തു സംഹത്തു ഖാല, അപ്പ നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത്, അൽ ഇസ്ലാമുൽ വാസി, കുടിസാവാതെ വിശാലമായി നിൽക്കുന്ന ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുത്തു. വസഹ അൻ ഉബൈ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളെ തൊട്ട് സഹിയായി വന്നിട്ടുണ്ട്, അഖ്റഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മഹാൻ പറയാണ്, നബി തങ്ങൾ എനിക്ക് ഓതി തന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഹനീഫിയ്യത്തു സംഹത്തു ലൽ യഹൂദിയ്യത്തു വലൻ നസ്റാനിയ്യത്തു എന്ന, ക്രിസ്തുമതമോ ജൂതമതമോ അല്ല, വിശാലമായ എളുപ്പമുള്ള മതമാണ് അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം. അത് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതാണ്. അതാണ് സമാഹത്തുദ്ദീന്റെ അർത്ഥം. വഹാദാ മിമ്മാ നുസിഖ ലഫ്ളുഹു വബഖിയ മഅനാഹു, എന്നാൽ ഈ പറഞ്ഞ ഹദീസ് അതിന്റെ ലഫ്ളുകൾ എന്താണ്, പിന്നെ ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാന ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ഹദീസിൽ ബുഖാരി ഇമാമിന്റെ ഹദീസോടുണ്ട് അദ്ദീനു യുസ്റുൻ എന്ന് കാണുന്നുണ്ട്. അദ്ദീനു യുസ്റുൻ. അപ്പൊ പല അസ്മഹ മിൻ ദീനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചുരുക്കത്തിൽ നബി തങ്ങൾ കൊണ്ടുവന്ന ദീനിനേക്കാൾ വിശാലമായ ഒരു ദീൻ എവിടെയില്ല. കമാ യുഫീനു ദാലിക ഖൗലുഹു തആല, അതിനെ അല്ലാഹു തആലാന്റെ വാക്യം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ടല്ലോ. എന്താണത്? യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അല്ലാഹ് നിങ്ങളെ കൊണ്ട് എളുപ്പേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഞെരുക്കം ഉദ്ദേശിക്കുന്നില്ല. യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, നിങ്ങളെ ലഘുവാക്കാൻ, നിങ്ങളെ തൊട്ട് ലഘുവാക്കലാണ് അല്ലാഹുവിന്റെ ഉദ്ദേശം എന്നൊരായത്ത്. വയളഉ അൻകും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലത്തി കാനത് അലൈഹിം, അവരുടെ മേലിൽ പ്രയാസകരമായി വന്നിരുന്ന ചങ്ങലകളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അവരെ തൊട്ട് താഴ്ത്തും. ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ
മറ്റു മതക്കാരിൽ മൂത്രം എത്തിക്കഴിഞ്ഞാൽ ആ തോൽ ഭാഗം മുറിച്ചു കളയണം. ഇതായിരുന്നു, ഇത് നിങ്ങൾക്കില്ല. അതുപോലെ ഖത്ലിനഫ്സിഫി തൗബത്തി, തൗബ ചെയ്യണമെങ്കിൽ ഘാതകനെ കൊന്നുകളയണം, അതായിരുന്നു അവിടെ. അതുപോലെ തന്നെ ഖബദി ഫിൽ ഖത്ലി, കൊല്ലുന്ന കാര്യത്തിലുള്ള ഖിസാസ്, ഇതുപോലൊക്കെയുള്ള പരിപാടി പ്രയാസകരമാണ്. അങ്ങനെ പ്രയാസമായതൊന്നും ഇവിടെ ഇല്ല. വലാ തുദ്ദിഉ ദിയത്തു, ദിയത്ത് കൊടുത്താൽ മതിയാവില്ല, ശിക്ഷിക്കുക തന്നെ വേണം. ഇത് പതില്ല, നമ്മുടെ മതത്തിൽ ദിയത്ത് കൊടുത്ത് മാറ്റാം. മൻ ആദിനവ മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്ന് മറ്റു മതക്കാരന് ആരെങ്കിലും തെറ്റ് ചെയ്തവരായിരുന്നുവെങ്കിൽ അസ്ബഹ ദംബു മക്തൂബൻ അലാ ബാബി, ഇന്ന ആൾ തെറ്റ് ചെയ്തു എന്ന് അയാളെ വീടിന്റെ വാതിൽക്കൽ എഴുതപ്പെടുമായിരുന്നു. ഇടുപയുക്കാമു അലൈ ഹദ്ദു, അതിന് അയാളെ മേലിന്റെ ഹദ്ദ് നടത്തപ്പെടുമായിരുന്നു. നമുക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ലല്ലോ. എത്ര വിശാലതയാണ്. വലമ്മ ഖറഅ സ്വഹാബത്തു റളിയല്ലാഹു തആല അൻഹു റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റാ എന്ന ആമർ റസൂൽ ദുആ ഉണ്ടല്ലോ, ഇത് സ്വഹാബത്ത് ഓതിയപ്പോൾ റബ്ബേ ഞങ്ങളെ മേലിൽ നീ കുറ്റങ്ങൾ വല്ല ചുമത്തല്ല, വിഷമിപ്പിക്കല്ല അല്ലാഹ്. അപ്പോൾ അജാബ അല്ലാഹു തആല ദുആഹും, അല്ലാഹു തആല അവരുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം കൊടുത്തു. ഖൗലി, അല്ലാഹുവിന്റെ വാക്ക്, വഖദ് ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. റവാഹു മുസ്ലിം, മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. അപ്പൊ ഇവിടെ സമാഹത്തുദ്ദീനെ കുറിച്ചുള്ള വിശദീകരണം അവിടെ കഴിഞ്ഞു. അതാണ് സമാഹത്തുദ്ദീനുമായി നബി തങ്ങളെ യാത്രയാക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. ഈ സലവാത്തുല്ലാഹി വസലാമു അലൈഹി, അള്ളാന്റെ ഭാഗത്തുനിന്നുള്ള സലാത്തും സലാമും നബിന്റെ മേലുണ്ടാവട്ടെ എന്ന് പറഞ്ഞു. മറമേനാഹമ, സലാത്തിന്റെ അർത്ഥവും സലാമിന്റെ അർത്ഥവും മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ അത് ഇവിടെ കൊണ്ടുവരേണ്ടതില്ല. അത് ഈ കിതാബിലെ 76-ാമത്തെ പേജ് മറിച്ചാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. വഅതാബിസ്സലാത്തി ബഅദൽ ഹംദ്, അങ്ങനെ ഹംദ് കഴിഞ്ഞിട്ട് എന്തിന് സലാത്തിനെ കൊണ്ടുവന്നു മുസ്ലിമിലൂടെ? അതിന് ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളെ വാക്കുണ്ടല്ലോ, കുല്ലു അബ്ദിൻ ദീബാലില്ലാഹി യുബ്ദു ഫീഹി ബിഹദ്ദില്ലാഹി വസ്സലാത്തി അലയ്യ വഹുവ അബ്തറു മംസൂഖുൻ മിൻ കുല്ലി ബറക എന്ന് കാണാം. ഏതൊരു കാര്യവും അതിൽ ഹദ്ദ് കൊണ്ടോ സലാത്ത് കൊണ്ടോ തുടങ്ങാത്ത ഏതൊരു കാര്യവും അത് ബർക്കത്തില്ലാതെ എല്ലാ ബർക്കത്തിനെ തൊട്ടും മായ്ക്കപ്പെട്ടതാണ് എന്നൊരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തത്? ഹദ്ദ് കഴിഞ്ഞ് സലാത്തിനെ കൊണ്ടുവന്നത്. അപ്പൊ ഇനി ഈ ഹദീസിന്റെ സനദ് നോക്കുമ്പോൾ വസനദു ലഈഫ്, ഹദീസിന്റെ സനദ് ലഈഫല്ലേ, അത് എടുക്കാൻ പറ്റുമോ? കുഴപ്പമില്ലല്ലോ. ലാക്കിൻ ഫിൽ ഫളായിലി, ശ്രേഷ്ഠതകൾ കരഗതമാക്കുക എന്ന വിഷയത്തിൽ എടുത്ത് എന്താ കുഴപ്പം? ലഈഫായ ഹദീസ് എടുക്കാലോ. വഹിയ യുഅ്മലു ഫീഹാ ബിൽ ലഈഫി, ശ്രേഷ്ഠതകളുടെ കാര്യം നേടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യണമെങ്കിൽ ലഈഫായ ഹദീസുകൾ അവർ ചെയ്യാലോ. അത് അവിടെ ചെയ്ത് പ്രശ്നം തീർന്നല്ലോ. പിന്നെ വഫി ഹദീസി മൻ സല്ല അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ കിതാബിൻ സല്ലത്ത് അലൈഹിൽ മലായികത്തു ഉദുവത്തം വറവാഹൻ മാദാമ ഇസ്മു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ദാലിക്കൽ കിതാബ് എന്ന ഹദീസും കാണാം. ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ സലാത്ത് കൊണ്ടുവരണ്ടേ? ഒരാളെ കിതാബിൽ എന്തായി, ഒരാൾ കിതാബിലായിക്കൊണ്ട് റസൂലുള്ളാഹിയുടെ മേൽ സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അയാളെ പേരിൽ മലായികത്ത് രാവിലെയും വൈകുന്നേരവും എന്താകും? സലാത്ത് ചെല്ലും. അള്ളാന്റെ റസൂലുള്ളാഹിന്റെ പേര് ആ കിതാബിൽ നിലനിൽക്കും കാലത്തോളം. മനസ്സിലാക്കണം. അപ്പം പേര് എഴുതിയപ്പോൾ നബിന്റെ സലാത്ത് ചൊല്ലി പേര് എഴുതി വെച്ചു. ആ പേര് ആ കിതാബിലുള്ള കാലത്തോളം രാവിലെയും വൈകുന്നേരം മലായികത്തിന് സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിപ്പോ സലാത്ത് ചെല്ലുന്നില്ലേ? അപ്പൊ ഞാൻ കിതാബിൽ രേഖപ്പെടുത്തി ഞാൻ സലാത്ത് ചൊല്ലി. ഇനി അന്ത്യ നാളെ വരെ ഈ പേരുണ്ടാവും. അപ്പൊ ഇങ്ങനെ സലാത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. വഖദ് നാസഅ ഇബ്നുൽ ഖയ്യിം ഫി റഫീഹി, ഈ ഹദീസിനെ മർഫൂആക്കുന്ന കാര്യത്തിൽ ഇബ്നു ഖയ്യിം എന്നവര് നല്ലോണം തർക്കിച്ചിട്ടുണ്ട്. എന്നിട്ട് വഖാല, അയാൾ പറയാണ്, അൽ അസ്മു, ഇബ്നു ഖയ്യിം പറഞ്ഞത് ഏറ്റവും നല്ലത് അന്നഹു മിൻ കലാമി ജഅഫർ ഇബ്നു മുഹമ്മദ് ലാ മർഫൂഅൻ. പരിശോധിച്ച് നോക്കുമ്പോൾ ഇബ്നു ഖയ്യിം പറഞ്ഞത് ഈ പറഞ്ഞ വാക്യം ജഅഫർ ഇബ്നു മുഹമ്മദ് എന്നോട് കലാമിൽ പെടുത്തിയതായി വെക്കലാ നല്ലത്, മർഫൂആക്കലല്ല. അതങ്ങനെ ഉണ്ട്. എന്തോ ആവട്ടെ, ഇങ്ങനെ ഹദീസിൽ കാണാറുണ്ട്. സായിന്റെ അർത്ഥം ബാക്കി എന്ന, ബാക്കിയുള്ളവരുടെ പേരിൽ അർത്ഥം. പിന്നെ സൂർ എന്നതാണ് സായിർ വന്നത് ഹംസ കൊണ്ട്. ബഖിയ്യത്തുനായി വെള്ളം പോലോത്തിൽ അവശേഷിക്കുന്നു. എഴുത്തി, എന്നാൽ ഈ സായിർ എന്നുള്ളത് വരാം ഖിലാഫൻ ഹരീരി, ഹരീരി ഇമാമിന് എതിരായിട്ട് പറയട്ടെ. സായിർ എന്ന് മാനം ജമി, എല്ലാവരും എന്ന അർത്ഥത്തിനും വരാം. അപ്പം ഈ സൂറിൽ മദീന, മദീനയുടെ സൂർ എന്ന് പറയാറ്, സൂറല്ല സൂർ, അതിന് പിടിച്ചിട്ട് സായിർ അപ്പൊ ജമീനായി. കാരണം ഈ അന്നു സൂർ എന്ന് പറയുമ്പോൾ ജാമിഉം മുഹീത്തുൻ ബിഹ, മദീനയെ ആകെ ചുറ്റി ഉൾപ്പെടുത്തുന്ന ഒരു പ്രദേശം, ഒരു അടയാളമായി വരുന്നതാണ് സൂർ. അതിന് വന്നിട്ട് പറയാ സായിർ. അപ്പൊ മറ്റു തരം എല്ലാവരുടെ പേരിലും നോക്കാം. അൻ നബിയീന അൽ മുർസലീന,
മറ്റു പ്രവാചകന്മാർ മുർസലുകൾ. മർറ ഹദ്ദുഹുമാ വമാ ബൈനഹുമാ മിനൽ ഉമൂമി വൽ ഖുസൂസ്. റസൂല്, നബി, റസൂൽ അതിന്റെ താരിഫ് കഴിഞ്ഞു പോയി. ഇനി അത് തമ്മിലുള്ളതായിരിക്കുന്ന ആം ഖാസിന്റെ രീതി അതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിവിടെ പറയണ്ട. ആല്, ആരെന്ന് പറയുമ്പോൾ എന്തായാലും അർത്ഥം അസിലുഹു, ആലിന്റെ അസില് അഹിലി എന്നാണ്. അഹിലാണ് ആലിന്റെ അസിൽ എങ്ങനെ കിട്ടും? തസ്ഗീരിഹി, ആലി എന്നതിനെ തസ്ഗീറാക്കുമ്പോ അല ഉഹൈലി, ഉഹൈലി എന്നതിന്റെ മേലാണ് തസ്ഗീറാക്കുക. കാരണം തസ്ഗീർ അസിലേക്ക് മടങ്ങും. അപ്പൊ മനസ്സിലായി ആലിന്റെ അസിൽ അഹിലാണ് എന്ന്. പിന്നെ ഒമ്മിദിലത്ത് അബ്ജത്തൻ, അതിലെ ആഹിനെ മാറ്റിയിട്ട് അബ്ജയാക്കി മാറ്റിയിട്ട് അഹിലിനാക്കി. സുമ്മഹിയ അലിഫൻ, പിന്നെ ആ അബ്ജയെ അലിഫാക്കി മാറ്റിയിട്ട് ആലി എന്നുമാക്കി. വഖീല പറയപ്പെടുന്നുണ്ട് അവല എന്നാണ്. തഹറകത്തിൽ വാവു, വാവിന് 10, കബിലഹ വാവിന്റെ മുമ്പിളിന് 10. അങ്ങനെ വാവ് അർക്കത്താവ് മുമ്പിൽ 10 ചെയ്തപ്പോൾ വഖുലിബത്ത് അലിഫൻ, വാവിനെ അലിഫാക്കിയിട്ട് മറിച്ചിട്ട് ആല് എന്ന് പറഞ്ഞു. വല്ലസഖു, ഇനി ആലിന് അസഖായ അഭിപ്രായം ജവാബ് ഇലാബത്തിൽ ലമീർ, ആലി എന്ന് പറയുന്ന ഇസ്മിനെ ലാഹിറ ഇസ്മിലേക്കല്ല ലമീറിലേക്ക് ഇലാബ് ചെയ്യാൻ പറ്റുമല്ലേ? പറ്റും എന്നാണ് അസഖ്. പറ്റൂല എന്നുള്ള അഭിപ്രായക്കാരുണ്ട്. ആലി കൊല്ലിൻ അള്ളാഹ്മാണോ ഐ കൊല്ലി വാഹിദിൻ നബീന, നബിമാരെന്ന് എല്ലാ ഓരോരുത്തരുടെ മേലും എന്നായി. ഇവിടെ കുല്ലി എന്ന് പറഞ്ഞിട്ട് വദിഫൽ മുലാബ് ഇലൈഹി, കുല്ലിന്റെ മുലാബിനെ കളയപ്പെട്ടു. അതെന്തുകൊണ്ടാ? ദലാലത്തി സിയാഖി അലൈ, അതിന്റെ മേലിൽ ഈ കലാമിനെ കൊണ്ടുവരുമ്പോ അങ്ങനെ ഒരു മുലാബിനെ അവിടെ ഉണ്ടെന്ന് അറിയിച്ചു. അതുകൊണ്ടാണ് എന്തായി അവിടെ വരിക? ഫഅല സായിർ നബിയ്യന വൽ മുർസലീന കുല്ലിഹിം എന്നുണ്ടാവുമല്ലോ. അപ്പൊ നബീന വൽ മുർസലീൻ എന്ന് പറയുമ്പോ കുല്ലിഹിം എന്ന് പറയുമ്പോ അവിടെ ഹിം എന്ന് അറിയിക്കുന്നുണ്ട്. ആ അറിയിക്കുന്ന ഒന്ന് ഇവിടെ ഉണ്ടായതുകൊണ്ട് മുലാബിനെ കളഞ്ഞതാണ്. പിന്നെ ആറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻദൽ ഇമാം ശാഫിഈ, നബിയുടെ കുടുംബം എന്ന് പറയുമ്പോൾ ഇമാം ഷാഫിയുടെ അടുക്കൽ അതാരാണ്? മുഅ്മിനു ബനി ഹാഷിമി വൽ മുത്തലിബി, ബനു ഹാഷിം ബനു മുത്തലിബ് മക്കൾ കൂട്ടത്തിൽ മുഅ്മിനീങ്ങളായവരാരാണോ അവരാണ് നബി കുടുംബം എന്ന് പറയാം. കമാദല്ല അലൈഹി മജ്മു ഹദീസ് സഹീഹത്തിൻ, സ്വഹീഹായ ഹദീസിന്റെ മജ്മു അതിന്റെ മേൽ അറിയിച്ചതുപോലെ. പക്ഷേ അങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ ബനു ഹാഷിം ബനു മുത്തലിബാണ് അതിലുള്ള വിശ്വാസികൾ നബി കുടുംബം എന്ന് പറയുന്നത്. ലാകിൻ ബിൻ നിസ്ബത്തി ഇല സകാത്തി വൽ ഫൈ, സ്വത്ത്, സക്കാത്ത് എന്നിവയിലേക്ക് ചേർത്തിക്കൊണ്ടാണ്. അവർക്കത് പാടില്ലല്ലോ. ദൂന മക്കാമിൻ ദുആഇ, പ്രാർത്ഥനയുടെ മക്കാമിനെ കൂടാതെ പ്രാർത്ഥിക്കുന്ന മക്കാമിൽ ഇവരല്ലാത്ത കുടുംബങ്ങളൊക്കെ വരും. അവൻ സമ്മ പ്രാർത്ഥിക്കുന്ന മക്കാമിൽ ഒരു പെടുന്നത് കൊണ്ട് ഇഖ്താർ അസ്ഹരിയോ വഗൈറഹു, അസ്ഹരിയും അല്ലാത്തവരെ മുഖ്താറാക്കിയിട്ടുണ്ട്. മിനൽ മുഹഖിഖീന, തഹഖീഖുള്ള പണ്ഡിതന്മാരിൽ നിന്ന്. അന്നകും ഗുന കുല്ലു മുഅ്മിനിൻ തഖിയ്യുൻ, ഇവിടെ ആലെന്ന് പറഞ്ഞാൽ കുല്ലു മുഅ്മിൻ തഖിയ്യിൻ, തഖ്വയുള്ള മുഅ്മിനായ എല്ലാവരും പെടും. കാരലി ഹദീസിൻ ബിഹി, അതിൽ ഹദീസ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. എന്താ ഹദീസ്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെടുകയുണ്ടായി. തൊബറാനി ഇമാം തന്റെ ഔസത്തില് 3356 കാണാം. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ആലു മുഹമ്മദിൻ, നബിനോട് ചോദിച്ചപ്പോ നബി മറുപടി കൊടുത്തെന്താ? ആരാ നബി കുടുംബം എന്ന് ചോദിച്ചത്. അപ്പൊ നബി പറഞ്ഞത് എന്താണ്? കുല്ലു തഖിയ്യിൻ എന്ന് പറഞ്ഞു. കുല്ലു തഖി എന്ന് പറയുമ്പോൾ എല്ലാവരും ഏൽപ്പെട്ടു എന്നർത്ഥം. ഇനി ആലി ഇബ്രാഹിം, ആലി ഇബ്രാഹിം ആരാണ്? അത് ഇസ്മായിലു ഇസ്ഹാഖു വറുഹുമ, ഇസ്മായിൽ നബി ഇസ്ഹാഖ് നബി അല്ലാത്തവരൊക്കെ ആലി ഇബ്രാഹിമാണ്. അപ്പൊ സായിരി സ്വാലിഹീന, മറ്റു സാലിഹീങ്ങളെ മേലും ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോ ഹുമുൽ ഖായിമൂന ബി ഹുഖൂഖില്ലാഹി വ ഹുഖൂഖിൽ ഇബാദി, അടിയങ്ങളുടെ കടമകൾ അള്ളാന്റെ കടമകൾ നിറവേറ്റുന്നവരാണ് സ്വാലിഹീങ്ങൾ. ഫദഖല സ്വഹാബത്തു കുല്ലും, അപ്പൊ എല്ലാ സ്വഹാബാക്കളും അതിൽ പ്രവേശിച്ചു. എന്തുകൊണ്ട്? സുബൂത്തി വസ്ലി സ്വലാഹി വൽ അദാലത്തി ജമീഹിം, സ്വഹാബാക്കൾക്ക് മുഴുവനും നീതി നന്മ എന്നുള്ള ഗുണം സ്ഥിരപ്പെട്ടതുകൊണ്ട് തന്നെ. ഫദഖല ഗൈറുഹും മിമ്മൻ ഇത്തസമ ബിദാലിക, ഈ പറയുന്ന സലാഹും അദാലത്ത് കൊണ്ട് വിശേഷമുള്ളവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ ഇതിൽ പെടും സാലിഹീന എന്നതിൽ. ജഅലല്ലാഹു തആല മിൻഹും ആമീൻ. അത്തരം വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ മുഖദ്ദിമ കഴിഞ്ഞു.